അതായത് നല്ല ടേസ്റ്റുള്ള ഒരു ഒഴിച്ചുകറിയാണ്. 10 മിനിറ്റ് തികച്ച് വേണ്ട ഇത് തയ്യാറാക്കിയെടുക്കാൻ. വേണ്ടത് കുറച്ച് കുമ്പളങ്ങയാണ്. ഒരു പിടി കുമ്പളങ്ങ, ഒരു പിടി മത്തങ്ങ. നമ്മുടെ എരിവിനനുസരിച്ചുള്ള പച്ചമുളക് എടുക്കാം. ഞാനിപ്പോൾ 2 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് കറിവേപ്പില, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കല്ലുപ്പാണ്, ഉപ്പും ചേർത്ത് കഷ്ണങ്ങളുടെ ഒപ്പം തന്നെ വെള്ളവും ഒഴിച്ചിട്ട് ഞാൻ പ്രഷർ കുക്കറിൽ 1 വിസിൽ വരെയാണ് വേവിച്ചെടുക്കുന്നത്. ഇതിലെ മത്തങ്ങ കഷ്ണങ്ങളൊന്നും വെന്തുടഞ്ഞു പോരുത്. അങ്ങനെ സംശയം ഉണ്ടെങ്കിൽ ഒരു ചട്ടിയിലിട്ടിട്ട് വേവിച്ചെടുത്താലും മതി. ഇനി ഇതിലേക്ക് അരച്ചിടാനായിട്ട് തേങ്ങ, വെളുത്തുള്ളി, ജീരകം, കടുക്, പച്ചമുളക് ഇത്രയും തൈരോ വെള്ളമോ ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. ഞാൻ ആ വെന്ത കഷ്ണങ്ങൾ ഒരു പാനിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിൽ അരച്ച അരപ്പൂടെ ചേർത്ത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഇതിലുള്ള ഒരു 3-4 മത്തങ്ങ കഷ്ണങ്ങൾ ഒന്ന് ഉടച്ചു കൊടുക്കുക. അല്പം പുളിയുള്ള തൈര് ഒരു 1/2 കപ്പോളം മിക്സിയുടെ ജാറിലിട്ട് അടിച്ചിട്ട് അതും ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് ഇളക്കിയിട്ട് തിളയ്ക്കുന്നതിന് മുമ്പ് സ്റ്റൗ ഓഫ് ചെയ്യാം. ഞാനൊരല്പം പഞ്ചസാര കൂടെ ചേർക്കുന്നുണ്ട്. പഞ്ചസാര കൂടെ ചേർക്കുമ്പോൾ ഇതിന് കുറച്ചുകൂടി ടേസ്റ്റ് കൂടും. ഇപ്പോഴത്തെ അടുപ്പിൽ ഞാൻ കടുക് വറുക്കാനും കൂടെ റെഡിയാക്കിയിട്ടുണ്ട്. വെളിച്ചെണ്ണയിൽ 1/2 ടീസ്പൂൺ ഉലുവ നിർബന്ധമായിട്ട് ചേർക്കണം. പിന്നെ 1/2 ടീസ്പൂൺ കടുക്, ചുവന്നുള്ളി, ഉണക്കമുളക്, കറിവേപ്പില. ഇത് നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും അത്രയും തന്നെ മുളക് പൊടിയും കൂടെ ചേർത്ത് ഇളക്കി കറിയിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കറി റെഡിയായി. അപ്പോൾ കുമ്പളങ്ങയും മത്തങ്ങയും കൊണ്ട് ഇതേപോലെ തയ്യാറാക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്തു നോക്കണം. എൻ്റെ വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. താങ്ക്